അല്ല, എനിക്ക് ആ സിനിമയുമായി BJPക്ക് എന്താണ് ബന്ധമെന്ന് ഞങ്ങൾക്കറിയില്ല. BJPയുടെ അതെ, അല്ല, അത് BJP അജണ്ട ആയതുകൊണ്ടല്ല. പ്രസാർ ഭാരതി കോർപ്പറേഷനാണ് ദൂരദർശനിൽ ഏത് സിനിമ കാണിക്കണമെന്ന് തീരുമാനിക്കുന്നത്. എത്രയോ കാലങ്ങളിൽ ഏതെല്ലാം സിനിമകളിലൂടെ കാണിച്ചിട്ടുണ്ട്. ആശയത്തിന്റെ പേരിലല്ലല്ലോ. അതെ, അല്ല, അതെ ഞാൻ പറഞ്ഞത്. അതിനകത്ത് അല്ല, കലാമൂല്യം തീരുമാനിക്കാൻ നമ്മളാരും അല്ലല്ലോ. കലാമൂല്യം നമ്മളെങ്ങനെ തീരുമാനിക്കും? ആണല്ലോ, ആയിക്കോട്ടെ, തീരുമാനിച്ചോളൂ. അല്ല, അതിനകത്ത് കലാമൂല്യമുള്ള സിനിമ. അപ്പൊ ഇതിനകത്തെ കലാമൂല്യമാണോ നിങ്ങളുടെ പ്രശ്നം, മറ്റെന്തെങ്കിലും ആണോ? രാഷ്ട്രീയമാണോ പ്രശ്നം? അപ്പൊ അല്ലാതെ എനിക്ക് അങ്ങയോട് സഹതാപമേ എനിക്കുള്ളൂ. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല. അങ്ങനെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു എത്ര വർഷമായി, 5-6 വർഷം മുമ്പുള്ള ആർക്കൈവ് വീഡിയോസ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു പെൺകുട്ടിയുടെ അമ്മ സ്വന്തം മകളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കോടതിയിൽ കരയുന്ന ഒരു രംഗമുണ്ട്. അപ്പം എന്നിട്ട് കേരളത്തിൽ എവിടെ നടന്നു എന്നൊന്നും ചോദിക്കരുത്. നമുക്ക് രാഷ്ട്രീയം പറയാം, പക്ഷെ ദേവിയത് അടച്ചാക്ഷേപിച്ച് സംസാരിക്കരുത്. അല്ലാതെ കണക്ക് പറയാൻ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ വിദഗ്ധനല്ല. ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ കലാപരമായ മൂല്യത്തെ പറ്റിയോ സംവിധായകൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളോ എനിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കേരള സ്റ്റോറിയും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോ BJP പ്രൊഡ്യൂസ് ചെയ്ത സിനിമയല്ല. അതിനകത്തെ ആശയങ്ങൾ നൽകൂ. കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സിനിമയിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും വസ്തുനിഷ്ഠ അന്വേഷിച്ച് പോകലാണോ നമ്മളുടെ കാര്യം? അത് ആസ് എ ഹോൾ, ഇൻ ടോട്ടാലിറ്റി, അതിൽ പറയുന്ന മെസ്സേജ് അത് നമ്മൾ അംഗീകരിക്കുന്നതാണ്. അതിൽ എത്ര പേര് പോയിട്ടുണ്ട്, അത് ആര് പോയി എന്നത് ഞങ്ങളുടെ വിഷയമേ അല്ല. ആ സിനിമ പറയുന്ന മെസ്സേജ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായി പങ്കുവെക്കുന്ന ആശങ്കയെ സാധൂകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആശയപരമായി നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് സംവിധായകൻ പറയുന്ന എല്ലാ കണക്കുകളും BJPയുടെ കണക്കുകളല്ല. അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് എവിടെ നിന്ന് വിവരം കിട്ടിയെന്ന്. അത് BJPക്കാരോടല്ല ചോദിക്കേണ്ടത്. ആയിക്കോട്ടെ, മണിപ്പൂർ വന്നാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അങ്ങനെ ആരെങ്കിലും സിനിമ എടുത്തിട്ടുണ്ടോ? ഉണ്ട്, കാണിക്കട്ടെ. കൈരളി TV കാണിക്കട്ടെ, ഉണ്ടോ? കൈരളി TV കൂടെ കാണിക്കട്ടെ, നമുക്കെന്താ പ്രശ്നം? ഇതിനകത്ത് ആരാണ് ഇവിടെ? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നമ്മളാരും പറഞ്ഞിട്ടില്ല. TP 51 വെട്ട എന്ന് പറയുന്ന ഒരു സിനിമ കേരളത്തിൽ ഇപ്പോഴും പെട്ടിക്കകത്തിരിക്കുക. അതറിയാമോ? ഈ ആശയാവിഷ്കാര സ്വാതന്ത്ര്യക്കാർക്ക് എവിടെ പോയി? ഒന്ന് കാണിക്കട്ടെ. ഇവിടെ വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവല്ലേ VD സതീശൻ, ജയ്ഹിന്ദ് TV ഒന്ന് കാണിക്കാമോ? എന്നിട്ട് സംസാരിക്കും നിങ്ങൾ. ഞങ്ങൾക്ക് ഇവിടെ ഒരു വിഷയമില്ലെന്നേ. നിങ്ങൾ എത്രയോ കാലമായി ഞങ്ങൾക്കെതിരെ സിനിമകളും ഡോക്യുമെന്റുകളും പ്രദർശിപ്പിക്കുന്നില്ലേ? കേരളത്തിൻ്റെ എല്ലാ തെരുവിലും നിങ്ങൾ പ്രദർശിപ്പിച്ചില്ലേ? ആർക്ക് പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, അത് മുന്നോട്ടേക്ക് വെക്കുന്ന ആശയത്തോട് യോജിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സിനിമയെ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല സാർ. അതിൻ്റെ ആശയത്തോട് ഞങ്ങൾ ഇൻ ടോട്ടാലിറ്റി യോജിക്കുന്നുണ്ട്. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നിന്നും പെൺകുട്ടികൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദു പെൺകുട്ടി മുസ്ലിം ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കുന്നതിലുള്ള എതിർപ്പല്ല. രണ്ടും രണ്ടായിട്ട് കാണണം. നിങ്ങൾ ഹിന്ദു മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ വെറുതെ ഒരു ബൈനറി സൃഷ്ടിച്ച് അതിൻ്റെ വൈരുദ്ധ്യത്തെ പറ്റി അല്ല ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? നിങ്ങൾ എന്തുകൊണ്ട് സിറിയയിലേക്ക് കൊണ്ടുപോകുന്നു എന്നതേ ഉള്ളൂ ചോദ്യം. എന്തിന്? പ്രണയത്തിൽ എവിടെയാണ് മതം കടന്നു വരുന്നത്? നിങ്ങൾക്ക് എന്താ അത് പറയാനില്ലാത്തത്? ഒരു ആണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെടുമ്പോൾ എവിടെയാണ് മതം കടന്നു വരുന്നത്? പെൺകുട്ടി മതം മാറി, പേര് മാറി, പർദ്ദയിട്ടെങ്കിൽ മാത്രമേ വീട്ടിൽ കയറ്റൂ എന്നുള്ള പുരോഗമന സംസ്കാരം എവിടെ നിന്നാണ് കിട്ടിയത്? അതെന്താ അത് നിങ്ങൾ ചോദ്യം ചെയ്യാത്തത്? നിങ്ങൾ ചോദിക്കുന്നില്ല, പ്രണയം വിശുദ്ധമാണ് എങ്കിൽ ആ പെൺകുട്ടിയെ എല്ലാ കുറവുകളോടും കൂടി സ്വീകരിക്കാനുള്ള തൻ്റെ ഇടം എന്താ ഈ പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ കാണിക്കാത്തത്? സ്വന്തം മതത്തിൽ വന്ന് സ്വന്തം പേര് സ്വീകരിച്ച് പർദ്ദയിട്ട് 5 നേരം നിസ്കരിച്ചെങ്കിൽ മാത്രമേ ഭാര്യയായി കൂട്ടുള്ളൂ എന്ന കപടത്വം ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കാർക്ക് തൻ്റെ ഇടമില്ല. അതാരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ പ്രശ്നം.